ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +1 ക്ലാസ്സുകൾ തുടങ്ങാൻ പോവുകയാണ് 24-ാം തീയതി. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് +1 ഏത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നതാണ് നല്ലതെന്ന്. ഇപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ തിരഞ്ഞെടുത്ത് കാണും. അപ്പോഴും കുട്ടികൾക്കൊരു സംശയമുണ്ട് ഏത് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്കറിയാം +1 ടോട്ടൽ 6 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അതിൽ 4 എണ്ണം നിങ്ങൾ എടുക്കുന്ന ഏതാണ് ഗ്രൂപ്പ്, അതായത് സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട 4 സബ്ജക്ട്സ് ആയിരിക്കും, കൊമേഴ്സ് ആണെങ്കിൽ അതിൻ്റെ 4 സബ്ജക്ട്സ് ആയിരിക്കും, ഹ്യൂമാനിറ്റീസ് ആണ് അതുമായി ബന്ധപ്പെട്ട 4 സബ്ജക്ട്സ് ആയിരിക്കും. പിന്നെയുള്ള 2 പേപ്പറുകളിൽ ഒന്ന് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എല്ലാവരും പഠിക്കണം, അത് നിർബന്ധമാണ്. പിന്നെയുള്ള സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. മലയാളമുണ്ട്, ഹിന്ദിയുണ്ട്, അറബിയുണ്ട്, ഉറുദു ഉണ്ട്, സംസ്കൃതമുണ്ട്, ഇതൊന്നുമല്ലാത്ത മറ്റ് ചില ലാംഗ്വേജുകളും ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിലേത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനോ പഠിക്കാനോ ഒന്നും സാധിക്കില്ല. അതിൻ്റെ കാരണം നിങ്ങൾ പോകുന്ന സ്കൂളിൽ ഏതൊക്കെ ലാംഗ്വേജുകൾ ഉണ്ട് എന്നനുസരിച്ച്. ചില സ്കൂളിൽ മലയാളം ഹിന്ദിയും മാത്രമേ ഉണ്ടാവും, ചില സ്കൂളിൽ മലയാളം അറബിയും മാത്രമേ ഉണ്ടാവും. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. ഇനി ഇതിലേതാണ് ബെറ്റർ എന്ന് പറയാം. അതിന് മുന്നേ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ +1 +2 ഒക്കെ മാർക്ക് വരുമ്പോൾ പേഴ്സൻറ്റേജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് ടോട്ടൽ നേടിയെന്നൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ നിങ്ങളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് സെക്കൻഡ് ലാംഗ്വേജ്. കാരണം സെക്കൻഡ് ലാംഗ്വേജിൽ മാക്സിമം മാർക്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും മറ്റ് വിഷയങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ നിങ്ങളുടെ മാർക്ക്, ടോട്ടൽ മാർക്ക് ഉയർത്തുന്നതിൽ സെക്കൻഡ് ലാംഗ്വേജ് നല്ല പങ്കുണ്ട്. അപ്പോൾ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ്? ഈ ചോദ്യം നമുക്ക് പല കുട്ടികളുടെ സംശയമാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സെക്കൻഡ് ലാംഗ്വേജ് ചില കുട്ടികൾക്ക് മലയാളം ആയിരിക്കും ഈസി, ചില കുട്ടികൾക്ക് ഹിന്ദി ആയിരിക്കും ഈസി, ചില കുട്ടികൾക്ക് അറബി ആയിരിക്കും, ചിലർക്ക് ഉറുദു ആയിരിക്കും, ചിലർക്ക് സംസ്കൃതമായിരിക്കും. അതുകൊണ്ട് ഇതിൽ ഏതിൽ ഈസി എന്നില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയതും നിങ്ങൾക്ക് ഏറ്റവും മാർക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നും തോന്നുന്നതുമായിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ എടുക്കാവൂ. ഇപ്പോൾ നിങ്ങൾക്ക് മലയാളമാണ് ഏറ്റവും കംഫർട്ടബിൾ, മലയാളത്തിൽ ഞാൻ മാർക്ക് നേടിയെടുക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് ഹിന്ദി എടുക്കാൻ നിൽക്കരുത്. അങ്ങനെ എടുക്കാൻ നിന്നാലുള്ള കുഴപ്പം, നിങ്ങൾക്ക് താരതമ്യേന ബുദ്ധിമുട്ടുള്ളൊരു സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാൻ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം, നമുക്കറിയാം +1 എക്സാം വരുമ്പോൾ നിങ്ങളുടെ കോർ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പോൾ സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ അല്ലെങ്കിൽ മാത്സും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ടാവും. ആ കൂട്ടത്തിൽ ഈ സെക്കൻഡ് ലാംഗ്വേജും കൂടി നിങ്ങൾ സമയമെടുത്ത് തന്നെ പഠിക്കേണ്ട ഒരു അവസ്ഥ വരും. അതേസമയം നിങ്ങൾക്ക് എളുപ്പമുള്ള ഒന്നാണ് സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുന്നതെങ്കിൽ അതിന് ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കേണ്ടി വരില്ല. താരതമ്യേന കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതിയാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ്, ഏറ്റവും എളുപ്പമുള്ള ലാംഗ്വേജ് നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് എടുക്കാൻ പാടുള്ളൂ. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ പോകുന്ന സ്കൂളിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാനുള്ളത്? അവിടെ ഉള്ളതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോ ഹിന്ദിയാണ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെങ്കിൽ ഹിന്ദി എടുക്കുക, മലയാളമാണ് ഏറ്റവും എളുപ്പമെങ്കിൽ മലയാളം എടുക്കുക. അല്ലാതെ എനിക്ക് മലയാളം നന്നായിട്ട് അറിയാം എന്നാൽ പിന്നെ ഇന്ന് ഹിന്ദി പഠിച്ച് കളയാം അല്ലെങ്കിൽ അറബി പഠിച്ച് കളയാം എന്ന് പറഞ്ഞിട്ട് ചാടി കയറി എടുക്കരുത്. അതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് കുറച്ച് സമയം എക്സ്ട്രാ ഇതിനും കൂടി കാണേണ്ടി വരും എന്നുള്ളത് മാത്രമാണ്. എന്നാൽ നിങ്ങൾക്കതിന് കഴിയും, എനിക്കതിന് എക്സ്ട്രാ സമയം കണ്ടെത്താൻ കഴിയുമെന്നുണ്ട്, എനിക്കൊരു ലാംഗ്വേജ് കൂടുതൽ വന്നിട്ട് പഠിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ചുമ്മാ പോയിട്ട് നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് കിടക്കുമ്പോൾ അതെടുക്കാതെ മറ്റത് പോയി ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ഓർക്കുക. സോ നിങ്ങളുടെ സ്കൂളിൽ അവൈലബിൾ ആയതിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണോ അതെടുക്കുക. അത് ഏതെടുത്താലും എല്ലാം ഒരുപോലെ തന്നെയാണ്. അല്ലാതെ മലയാളം ഈസി ആയിട്ട് വരുമെന്നോ സംസ്കൃതം ടഫായിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം.